ദീർഘദർശി എന്ന നാമത്തിൽ സ്വീകരിക്കുന്നവന് ദീർഘദർശിയുടെ പ്രതിഫലം ലഭിക്കും. ഒരു പുണ്യവാൻ എന്ന പേരിൽ സ്വീകരിക്കുന്നവന് പുണ്യവാൻ്റെ പ്രതിഫലം ലഭിക്കും. വിശുദ്ധ മത്തായി എഴുതിയ രക്ഷാസുവിശേഷം 10-ാം അധ്യായത്തിലെ 41-ാമത്തെ തിരുവചനം. കർത്തൃവേലക്കാരെ സ്വീകരിക്കുന്നവർക്ക് കിട്ടുന്ന പ്രതിഫലം എന്ത് എന്നുള്ളതാണ് മശിഹ പഠിപ്പിക്കുന്നത്. ഒരു ദീർഘദർശി എന്ന നാമത്തിൽ ഒരാൾ സ്വീകരിച്ചാൽ ആ ആളെ ദൈവം കാണുകയും ദീർഘദർശിക്കുള്ള പ്രതിഫലം എന്താണോ അതുതന്നെ ദീർഘദർശിയെ സ്വീകരിക്കുന്നയാൾക്ക് നൽകുകയും ചെയ്യും. ഒരു പുണ്യവാനെന്ന നിലയിൽ സ്വീകരിക്കുന്നയാളെയും ദൈവം അതുപോലെ കരുതും. ഒരു പുണ്യവാന് അല്ലെങ്കിൽ ആ സ്വീകരിക്കപ്പെടുന്ന പുണ്യവാന് എന്ത് പ്രതിഫലമാണോ കർത്താവ് കൊടുക്കുന്നത് അതേ പ്രതിഫലത്തിന് ആ പുണ്യവാനെ സ്വീകരിക്കുന്നയാളും യോഗ്യനായിത്തീരും എന്നാണ് കർത്താവ് പഠിപ്പിക്കുന്നത്.